നടനും ബി.ജെ.പി. നേതാവുമായിട്ടുള്ള കൃഷ്ണകുമാർ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു വാചകം ഈ നാടൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ബി.ജെ.പി. ശ്രീലേഖമാരെയും സുരേഷ് ഗോപിമാരെയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു? നിഷ്കളങ്കമായി അവർ മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്ന ഒരു വാചകമുണ്ട്. പെട്ടെന്ന് സാധാരണക്കാർ കേൾക്കുമ്പോൾ വീണു പോകുന്ന വാചകം. തന്നെ നേരത്തെ പറഞ്ഞു ശ്രീമതി ശ്രീലേഖ, ഇത്രയും പഠിപ്പും അറിവും വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നവരൊക്കെ എന്തുകൊണ്ട് ബി.ജെ.പി. തിരഞ്ഞെടുക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഈസ് ബി.ജെ.പി. എന്നൊരു വാക്ക് കിടപ്പുണ്ട്. അത് ഭാരതമായിക്കോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളായിക്കോട്ടെ, കേരളമായിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു അറുതി വരുത്തേണ്ട സമയമായി. അതെ, വളരെ നിഷ്കളങ്കമായി എക്സിക്യൂട്ടീവ് ലിക്കിൽ വെളുത്ത് സുന്ദരന്മാരെ കൊണ്ട് നാട്ടുകാർ ശ്രദ്ധിക്കുന്നു എന്ന രീതിയിൽ പറയിപ്പിക്കുന്ന വാചകമാണ്. പഠിപ്പും വിദ്യാഭ്യാസവും അധികാര പദവികളിൽ ഇരുന്നവർ രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ. ആ വാചകത്തിന്റെ ഉള്ളിലുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും വിദ്യാഭ്യാസമില്ല, ഇനിയിപ്പോ ഈ വിദ്യാഭ്യാസവും അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നവർ വരട്ടെ. അതിൻ്റെ ഇടയിലെ ഒരു ചോദ്യമാണ്, ഇവർ പ്രിഫർ ചെയ്യുന്നവർ ഏത് വിഭാഗത്തിലുള്ളവരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതായത് ഈ നാട് ഭരിക്കാൻ വരേണ്ടത് ആരായിരിക്കണം? അത് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, അവരെല്ലാം മോശക്കാരാണ്. എന്തുകൊണ്ട്? അതാണ് ഈ നാട് ഇതുവരെ കൃത്യമായിട്ട് ആലോചിക്കാത്തതും അതിനെക്കുറിച്ച് ഈ നാട്ടിലുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുന്നതും. അതായത് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോ ഭരിക്കുന്ന വ്യക്തികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം ഡിഗ്രി ക്വാളിഫൈഡ് ആണ്. അതൊരു മോശം വിദ്യാഭ്യാസമല്ല. അപ്പോ വിദ്യാഭ്യാസം ഇല്ലാത്തതല്ല പിണറായിയുടെ പ്രശ്നം, മറ്റെന്താണ്? അതിലേക്ക് നിങ്ങൾ വരും. കേരളത്തിലെ സർക്കാർ മേഖലകളിൽ ഏറ്റവും കൂടുതൽ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നവർ ആരാണ്? അത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ, ഉദ്യോഗസ്ഥ തലത്തിലായിക്കോട്ടെ. ആരായിരുന്നു ഏറ്റവും കൂടുതൽ കേരളം ഭരിച്ചത്? അല്ലെങ്കിൽ ഭരണത്തിന്റെ ഭാഗമായിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഏത് വിഭാഗത്തിലുള്ളവരാണ്? അവിടെ ഉണ്ട് ഉത്തരങ്ങൾ. ഇന്നലകളിൽ ശ്രീലേഖ IPS DGP ആയിരുന്ന സന്ദർഭങ്ങളിൽ എത്ര പൊതുജനങ്ങൾക്ക് ഇവരെ നേരിട്ട് കാണാമായിരുന്നു, അവരുടെ പരാതി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ പോകുന്ന വഴിയിലൂടെ എത്ര സാധാരണക്കാർക്ക് ജനകീയമായിട്ടുള്ള DGP എന്നുള്ള നിലയ്ക്ക് അവരുടെ മുന്നിലേക്ക് ഇവർ വന്നിട്ടുണ്ട്? ഇല്ലല്ലോ. ഇതൊന്നും ചെയ്യാത്ത വ്യക്തി നാളുകളിൽ പൊടുന്നനെ അവർക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം ചെയ്യുമോ? നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഒരു വാഹനം ഓടിക്കുന്ന കാര്യം നിങ്ങൾ ആലോചിക്കൂ, ഒരു വണ്ടി ഓടിക്കുന്ന കാര്യം. അത് ഇന്നലകളിൽ ചെയ്യാത്തവർക്ക് പെട്ടെന്നൊരു വാഹനം കിട്ടിയാൽ ഓടിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുന്നിലിരുന്ന് ഷോകൾ കാണിക്കാം. പ്രിവിലേജുകൾ എന്ന വാക്കിന്റെ അർത്ഥം അവർ ഉന്നത കുല ജാതരാണല്ലോ. ഉന്നത കുല ജാതർക്ക് ഈ നാട്ടിൽ എന്തിനൊക്കെ അറിയാവൂ? അവർക്ക് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ, അവർക്ക് മാത്രമേ ഭരിക്കാൻ അറിയാവൂ, അവർ ചെയ്താലേ ഈ നാട്ടിൽ എല്ലാ കാര്യവും ശരിയാകുള്ളൂ. ഇതാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇവർ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന പല യൂട്യൂബ് ചാനലുകളിലൂടെയും സിനിമകളിലൂടെയും പാട്ടുകളിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നിക്കുകയാണ്, ഈ വെളുത്ത് തുടുത്ത് സുന്ദരന്മാരായിരിക്കുന്നവർ ചെയ്താലേ എല്ലാം ശരിയാകത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാം അശ്രീകരങ്ങളാണ്, കൊള്ളരുതാത്തവരാണ്. ഇതാണിപ്പോ നമ്മുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കപ്പെടുന്നത്. അതാണ് വിദ്യാഭ്യാസം എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ടും അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് ജനങ്ങൾക്കൊരിക്കലും കാണാൻ പറ്റാത്ത, എത്തിപ്പെടാൻ പറ്റാത്തവരാണ് മഹാന്മാരെന്ന് നമ്മുടെ മുന്നിൽ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കേണ്ടത്, അവർ ഇന്നലകളിൽ എന്താണോ നാളെയും അത് മാത്രമേ ആകാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് അവരുടെ ഉള്ളിൽ ഒരിക്കലും സഹാനുഭൂതിയോ സ്നേഹമോ മനുഷ്യത്വവും ഉണ്ടാകില്ല. ഉണ്ടായിരുന്നെങ്കിൽ കരിയറിലിരുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാമായിരുന്നു. കേരളത്തിന്റെ ഭരണത്തിൽ, അത് സർക്കാർ സർവീസിലെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലായിക്കോട്ടെ, 10-15 വർഷമാണ് പിന്നോക്കക്കാരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ വന്നത്. അതിന്റെ ഭാഗമായിട്ട് ക്ഷേമ പെൻഷൻ കിട്ടുന്നത് ഇവിടത്തെ സമ്പന്നർക്കല്ല. പക്ഷെ മുൻകാലങ്ങളിൽ ഇവർ ഭരിച്ച സമയത്ത് ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്തുകൊണ്ട് കൊണ്ടുവന്നിട്ടില്ല? അവരുടെ പ്രശ്നം അവരുടെ തലമുറയെ നന്നാക്കുക, അവർക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തി അവരുടെ ആൾക്കാരെ രക്ഷപ്പെടുത്തുക. അല്ലാതെ പിന്നോക്കക്കാരന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് രാജ്യത്ത് അധികാരം കിട്ടിയതിനു ശേഷം ഇതൊന്നും രാജ്യത്ത് ആകമാനമുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നില്ല? സ്വാഭാവികമല്ലേ? അതിനൊന്നും ഒരു താല്പര്യമില്ല. ഇനിയിപ്പോ അവരുടെ ലക്ഷ്യം ഇത്തരം ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു ഹീറോയിസ്റ്റിക് പരിവേഷം നമ്മുടെ ഉള്ളിൽ തോന്നിച്ച് അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ ഇവർക്ക് കൈയടക്കണം. പഴയതുപോലെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടിയാണ് കുമ്പിളിൽ കഞ്ഞി കുടിച്ചപ്പോ അത് കണ്ട് കോരിത്തരിച്ച വ്യക്തിയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഭരിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. എങ്ങനെ ഇരിക്കും?
സൂപ്പർ ആയിരിക്കില്ലേ? അതുകൊണ്ട് ചിന്തിക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രമേ നിങ്ങളോട് മുന്നോട്ട് വയ്ക്കാനുള്ളൂ.